بسم الله الرحمن الرحيم يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول وأولي الأمر منكم فإن تنازعتم في شيء فردوه إلى الله والرسول إن كنتم تؤمنون بالله واليوم الآخر ذلك خير وأحسن تأويلا. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. ഏറ്റവും ബഹുമാനം നിറഞ്ഞ അധ്യക്ഷൻ, മറ്റ് ബഹുമാന്യ കാരണവന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, അതിലുപരി അടുത്തുനിന്നും അകലെ നിന്നും എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഈ പ്രദേശ നിവാസികളായ ഇതരമത ആദർശ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന പ്രത്യേകം ഏവരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് കൃത്യമായ മതത്തിൻ്റെ ദർശനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി
ഓരോ കാലഘട്ടത്തിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിച്ചയക്കുകയുണ്ടായി. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വഇമ്മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫിഹാ നദീർ. ഒരു സമൂഹത്തിലേക്കും താക്കീതുകാരൻ വന്നിട്ടില്ലാതെ ഇല്ല. അപ്പൊ എല്ലാ സമൂഹത്തിലേക്കും അല്ലാഹു തആല പ്രവാചകന്മാരെ അയച്ചു. ആ പ്രവാചകന്മാരുടെ കാലശേഷം മതത്തിൽ പല അബദ്ധങ്ങളും ആളുകൾ കടത്തിക്കൂട്ടുകയുണ്ടായി. എന്നാൽ ഈ പ്രവാചക ശൃംഖലയുടെ അവസാനത്തെ കണ്ണിയായിക്കൊണ്ട് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് അയക്കുമ്പോൾ ഇനി ആ പ്രവാചകന് ശേഷം ഖിയാമത്ത് നാൾ വരെ മറ്റൊരു പ്രവാചകൻ കടന്നു വരാനില്ല. അവിടുന്ന് പ്രവാചകന്മാരിൽ ഏറ്റവും അവസാനത്തെ പ്രവാചകനാണ്. അതുകൊണ്ട് തന്നെ ലോകാവസാനം വരെയുള്ള ജനത ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താണ് എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തായ നമ്മെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിൻ്റെ പൂർത്തീകരണമായ കാര്യങ്ങളിൽ എണ്ണിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നുള്ളത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ട എന്ന് പറയുന്നവരാരെയും നമുക്ക് കാണാൻ സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണമെന്നാണ് പറയുന്നത്. എത്രത്തോളം മതത്തിൻ്റെ ദർശനങ്ങൾ ഉൾക്കൊള്ളാത്ത ആളുകൾ പോലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവർക്ക് പറയാനുള്ള വ്യക്തിപരമായ കാഴ്ചപ്പാടുകൾ 100ഓളം വരുന്ന നവോത്ഥാന നായകന്മാരുടെ ലിസ്റ്റ് തയ്യാറാക്കിയ മൈക്കിൾ അച്ചാട്ട്, ദി 100 ബൈ മൈക്കിൾ അച്ചാട്ട് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം 100 നവോത്ഥാന നായകരിൽ ഒന്നാമത്തെ സ്ഥാനം കൊടുത്തതാർക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. അദ്ദേഹം ആ പ്രവാചകനെ കുറിച്ച് പറയുന്നു, ദി മോസ്റ്റ് ഇൻഫ്ലുവൻസ്, ദി മോസ്റ്റ് കംപ്ലീറ്റ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി എന്ന അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെ പോലും എടുത്തു പറഞ്ഞുകൊണ്ട് ഒരു ആൽഫബറ്റിക് ഓർഡറിലല്ലാതെ ഒന്നാമത്തെ സ്ഥാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുക്കുക. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ അദ്ദേഹം പറയാണ്, അജ്ഞതയുടെ പടുകുഴിയിൽ മുങ്ങിക്കുളിച്ചിരുന്ന സമൂഹത്തെ നീതിയുടെ പതാകയുമായി കിഴക്കിനെയും പടിഞ്ഞാറിനെയും വെല്ലുവിളിക്കാൻ മാത്രം ഒരു സമൂഹത്തെ പരിവർത്തിപ്പിച്ച നവോത്ഥാന നായകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുകയാണ്. തീർന്നിട്ടില്ല. നിങ്ങൾ നോക്ക്, ഇസ്ലാം മതത്തെ സ്വീകരിക്കാത്ത ആളുകൾ പോലും, ഈ പറയുന്ന ആളുകളുടെ കൂട്ടത്തിലൊക്കെ കൃഷ്ണദ്വൈപായന വേദവ്യാസൻ തൻ്റെ ഭവിഷ്യത് പുരാണത്തിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, യദസ്മിന്നന്തരേ മ്ലേച്ഛാചാര്യേന സമുന്നിത മഹാമതിരിക്കാത ശിഷ്യശാഖ സമുന്നിത. അങ്ങനെ ഇരിക്കുമ്പോൾ വിദേശീയനായൊരു പ്രവാചകൻ കടന്നു വരും. അദ്ദേഹം മുഹമ്മദ് എന്ന് ഖ്യാതി നേടും. അദ്ദേഹം തൻ്റെ ശിഷ്യന്മാരോട് കൂടെ വാഴും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠതകളാണ് കൃഷ്ണദ്വൈപായന വേദവ്യാസൻ ഭവിഷ്യത് പുരാണത്തിലൂടെ രേഖപ്പെടുത്തുന്നത്. അപ്പൊ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു നിഷ്പക്ഷമായ രീതിയിൽ വീക്ഷിക്കുന്ന ഏതൊരാൾക്കും ആ പ്രവാചകന്റെ സ്ഥാനം വാഴ്ത്തിപ്പറയലല്ലാതെ മറ്റൊന്നും സാധ്യമല്ല. എങ്കിൽ നിങ്ങൾ ആലോചിച്ചൊക്കെ, അങ്ങനെയുള്ള ഒരു പ്രവാചകനെ സ്നേഹിക്കണ്ട എന്ന് ഏതെങ്കിലും മുജാഹിദുകൾ പറയോ? പറയില്ല. ജനങ്ങളുടെ മനസ്സിൽ ഒരു തെറ്റിദ്ധാരണ ഇട്ടുകൊടുത്തതാണ് മുജാഹിദുകൾക്ക് പ്രവാചകനോട് സ്നേഹമില്ല. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചതാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവിടെ നിന്ന് പറഞ്ഞില്ലേ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും തന്നെ വിശ്വാസിയാവുകയില്ല, നിങ്ങളിൽ ഒരാളും തന്നെ വിശ്വാസികളാവുകയില്ല. ഹത്താ, ഏതുവരെ എന്നറിയുമോ? അകൂന അഹബ്ബ ഇലൈഹി, ഞാൻ അവനിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളവനായി തീരുന്നത് വരെ നിങ്ങളിൽ ഒരാളുടെയും വിശ്വാസം പൂർണ്ണമാവുകയില്ല. ഞാൻ നിങ്ങളിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളവനായി തീരുന്നത് വരെ. ഏതിനേക്കാളും? മിൻ വാലിദിഹി വവലദിഹി, അവന്റെ മാതാപിതാക്കളെക്കാളും അവന്റെ സന്താനങ്ങളെക്കാളും അത്താടിയേകാനും അവലംബമേകാനും കൂടെ നിൽക്കേണ്ടി വരുന്ന മാതാപിതാക്കളെക്കാളും
കണ്ണിന് ആനന്ദം നൽകുന്ന തരുണീ മണികളായ മക്കളെക്കാളും ലോകത്തുള്ള മറ്റുള്ള മുഴുവൻ ജനങ്ങളെക്കാളും ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് ആരെയാണ്? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരിക്കണമെന്ന് അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ ലോകത്തൊരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത്, അല്ലെങ്കിൽ വിശ്വാസം പൂർണ്ണാവില്ല എന്നാ. ഈമാനിന്റെ മാധുര്യം എന്താണെന്ന് എണ്ണി പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ് ഹദീസിലൂടെ, സലാസും മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ. 3 കാര്യങ്ങളിൽ ഒരു മനുഷ്യനിലുണ്ടായാൽ അതുകൊണ്ട് അവൻ ഈമാനിന്റെ മധുരം അനുഭവിച്ചു പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ 3 കാര്യങ്ങളെ എണ്ണി പറയുമ്പോ ഒന്നാമതായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ കാന അല്ലാഹു വറസൂലുഹു അഹബ്ബു ഇലൈഹി മിമ്മാ സിവാഹുമാ. ലോകത്തുള്ള മറ്റുള്ള ഏതിനേക്കാളും ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് അല്ലാഹുവിനെയാകണേ, അവിടുത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാകേണ്ടതുണ്ട്. ലോകത്തൊരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് ആരെയാണ്? അല്ലാഹുവിനെയാകണേ, അവിടുത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരിക്കണമെന്ന് വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം സൂറത്ത് തൗബയിലെ 24-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലയോ, നിങ്ങളുടെ കുടുംബത്തെക്കാളും എത്രത്തോളം നിങ്ങളുടെ ഭാര്യമാരെക്കാളും നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും നിങ്ങളുടെ സന്താനങ്ങളെക്കാളും നഷ്ടം സംഭവിക്കുമോ എന്ന് ഭയപ്പെടുന്ന കച്ചവട സാമ്രാജ്യങ്ങളെക്കാളും നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സമാധാനം ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഭവനത്തെക്കാളും ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടാകേണ്ടത് അല്ലാഹുവിനെയാകണേ, അവിടുത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആയിരിക്കണമെന്നാണ്. അപ്പൊ ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടാകേണ്ടത് അല്ലാഹുവിനെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും. അത് എത്രത്തോളം നമ്മുടെ സ്വന്തം ശരീരത്തെക്കാളുപരി. നോക്ക് നിങ്ങൾ, മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അത് എത്രത്തോളം ആ സ്നേഹം വേണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ സ്വന്തം ശരീരത്തെക്കാളുപരി എത്രത്തോളം മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് പറയാൻ, നബിയെ, ലോകത്ത് ഈ ഉമറിനെ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത് അങ്ങയെയാണ് നബിയെ. അപ്പൊ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ എന്താണെന്നറിയോ? ഉമറേ, അത് പോരോ ഉമറേ, അത് പോരോ ഉമറേ, നിന്നെക്കാളുപരി നീ എന്നെ സ്നേഹിക്കുന്നത് വരെ നിന്റെ വിശ്വാസം പൂർണ്ണമാവില്ല. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന, നബിയെ, അതിന് പോലും ഞാൻ തയ്യാറാണ്, എന്നെക്കാളുപരി ഞാൻ സ്നേഹിക്കുന്നത് അങ്ങയാണ് പ്രവാചകരെ എന്ന മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പൊ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് പ്രവാചകനെ, എങ്കിൽ അതിൽ സംശയമില്ല. എന്നാൽ ഇനി എങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നത്? എങ്ങനെയാണ്? അല്ലേ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക വഴിയാണ്, ആ പ്രവാചകനെ ഇത്തിബാ ചെയ്യുക വഴിയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് സ്നേഹിക്കാനുള്ളത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊന്ന് പറഞ്ഞോ അതിനെ സ്വീകരിക്കുക വഴി, ആ പ്രവാചകന്റെ ജീവിതചര്യകളെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക വഴി, അങ്ങനെയാണ് നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാറുള്ളത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വളരെ ഗൗരവപൂർവ്വം പഠിപ്പിച്ച പല കാര്യങ്ങളും ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം നാം അത് ഒഴിവാക്കുന്നൊരവസ്ഥയിലേക്ക് കടന്നു പോയിരിക്കുകയാണ്. അല്ലെങ്കിൽ പ്രവാചകന്റെ കൽപ്പനകളെ ധിക്കരിക്കുന്നൊരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കണമെന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആൻ പറയുന്നതായി കാണാൻ സാധിക്കും. 4-ാം അധ്യായം സൂറത്തുൻ നിസാ 59-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, അവിടെന്ന് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളായ ആളുകളെ, അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണേ,
അവിടുത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ അനുസരിക്കണേ, അള്ളാനെ അനുസരിക്കണേ. അവിടെ ഖുർആനിലെ ആയത്തിന് പോലും ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? അത്തിയുള്ള നിങ്ങൾ അള്ളാനെ അനുസരിക്കണം. പിന്നെ വറസൂൽ എന്ന് പറഞ്ഞാൽ മതി ഭാഷാപരമായിട്ട് നബിയെ അനുസരിക്കണമെന്ന് പറയാൻ. പക്ഷെ വീണ്ടും അവിടെ പറയുക അത്തിഉർ റസൂൽ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ അനുസരിക്കണം. അത് നിരുപാധികമുള്ള അനുസരണമാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല ഒരു കാര്യം പറഞ്ഞാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലൊരു സംശയത്തിനിടയില്ല. അതിനതേപോലെ സ്വീകരിക്കാൻ, അനുസരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. എന്ന് വീണ്ടും അല്ലാഹു തആല പറയുന്നത് എന്താ? വഉലിൽ അംരി മിൻകും, നിങ്ങളിൽ കൈകാര്യകർത്താക്കളായിട്ടുള്ളവരെയും നിങ്ങൾ അനുസരിക്കേണ്ടതുണ്ട്. അത് നിരുപാധികമായ അനുസരണമല്ല. അല്ലാഹു തആല പറഞ്ഞെടുത്ത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മാനദണ്ഡങ്ങളിലൂടെ നിലകൊള്ളുന്നിടത്തോളം കാലം നിങ്ങളുടെ നായകന്മാർ അവർ നിങ്ങളോട് കൽപ്പിക്കുമ്പോ ആ നേതാക്കന്മാരെ അനുസരിക്കൽ നിങ്ങളുടെ ബാധ്യതയാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലയോ, ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫർദൂഹു ഇലല്ലാഹി വറസൂൽ. ഒരു കാര്യത്തിൽ നിങ്ങൾക്കിടയിൽ തർക്കമുടലെടുക്കുകയാണോ, ഒരു കാര്യത്തിൽ നിങ്ങൾക്കിടയിൽ ഭിന്ന അഭിപ്രായങ്ങൾ ഉടലെടുക്കുകയാണോ, ഫർദൂഹു ഇലല്ലാഹി വറസൂൽ, ആ വിഷയത്തെ അല്ലാഹുവിലേക്ക് മടക്കിക്കോ. അവിടുത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് നിങ്ങൾ മടക്കിക്കോ. അല്ലാഹുവിലേക്കും റസൂലിലേക്കും ആ വിഷയത്തെ നിങ്ങൾ മടക്കണം. തർക്കമുണ്ടായി കഴിഞ്ഞാൽ അല്ലേ നമ്മളൊക്കെ കൂടി എന്ത് തീരുമാനം എടുക്കുന്നു എന്നല്ല, അള്ളാഹുവും പ്രവാചകനും ഏത് തീരുമാനത്തിലാണോ ആ തർക്ക വിഷയത്തെ ഖുർആനിലേക്കും ഹദീസിലേക്കും മടക്കാൻ വിശുദ്ധ ഖുർആന്റെ കൽപ്പന. അപ്പൊ ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കാൻ മാത്രല്ല എത്രത്തോളം ഖുർആൻ പറഞ്ഞെന്നറിയോ? വമയ്യുതിർ റസൂല ഫഖദ് അതാ അല്ലാഹ്. ആര് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചു പോയോ അവൻ അല്ലാഹനെ അനുസരിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചാൽ അത് അല്ലാഹനെ അനുസരിക്കലാണ് എന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെ പ്രവാചകനെ അനുസരിക്കേണ്ടതുണ്ട്. എങ്കില്ല അനുസരിക്കുന്ന കാര്യങ്ങളിൽ എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഖുത്ബ നടത്തുമ്പോ ആ ഖുത്ബയുടെ ആമുഖങ്ങളിൽ നിന്നോണം അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാറുള്ള ഒരു വാചകമുണ്ടല്ലോ. അവിടുന്ന് സ്വഹാബാക്കള് പറഞ്ഞില്ലേ, അള്ളാഹുവിന്റെ റസൂലിന്റെ ശബ്ദമുയരാറുണ്ടായിരുന്നു, അവിടത്തെ മുഖം ചുകത്തു തുടിക്കാറുണ്ടായിരുന്നു. എത്രത്തോളം എന്നറിയോ? ഒരു യുദ്ധത്തിൽ ശത്രുസേനയെ ഏറ്റിടമുട്ടാൻ പോകുന്ന സൈന്യത്തിന്റെ സൈനാധിപൻ തന്നെ ശത്രുസേനക്കെതിരെ അവിടുന്ന് കൽപ്പന കൊടുക്കുന്ന പോലെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവത്തോടുകൂടെ താക്കീത് ചെയ്യാറുള്ള ഒരു വിഷയമുണ്ടല്ലോ. മതത്തിൽ പുതുതായി കടന്നു വരുന്ന ആചാരങ്ങളെ സംബന്ധിച്ചാണ്, മതത്തിൽ പുതുതായി കടന്നു വരുന്ന ബിദ്അത്തുകളെ സംബന്ധിച്ചാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് എത്ര സ്ഥലങ്ങളിലൂടെ പഠിപ്പിച്ചു പോയ വിഷയമാണെന്നോ. കുല്ലു ബിദ്അത്തിൻ ദലാല വകുല്ലു ദലാലത്തിൻ ഫിന്നാർ. മതത്തിലേക്ക് പുതുതായി കടന്നു വരുന്ന ഏതേത് കാര്യങ്ങളുണ്ടോ അത് മുഴുവനും വഴിപിഴച്ചത് തന്നെയാണ്. വകുല്ലു ദലാലത്തിൻ ഫിന്നാർ. എല്ലാ വഴിപിഴച്ചു പോയതും നരകത്തിലാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുമ്പോ ബിദ്അത്തായി മതത്തിലേക്ക് കടന്നു വരുന്ന ആചാരങ്ങളോട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കർശനമായി വിലക്കാൻ കാരണം വിശുദ്ധ ഖുർആനിലെ 5-ാമത്തെയും സൂറത്ത് മാഇദയിലെ 3-ാമത്തെ വചനം അള്ളാഹുവിന്റെ പ്രവാചകൻ അവതരിപ്പിക്കുമ്പോ അസർ നമസ്കാര ശേഷം ഒട്ടകപ്പുറത്തിരിക്കുമ്പോ അല്ലാഹു തആല ഓതിക്കൊടുത്ത വചനത്തിലൂടെ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇസ്ലാം എന്ന് പറയുന്ന മതത്തിനെ പൂർത്തീകരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കുമ്പോ ഇനി ആ മതത്തിലേക്കൊന്നും കടന്നു വരാനില്ല, എല്ലാം പൂർത്തീകരിക്കപ്പെട്ടു പോയി, ഇനി ഒരു കാര്യം കൊണ്ടുവരല്ലേ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അഥവാ ഇനി കൊണ്ടുവന്നാലോ ഈ ആയത്തിനെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അൽ-ഇഅ്തിസാം എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൂടെ രേഖപ്പെടുത്തി വെക്കാൻ
മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദഅ യറഅഹാ ഹസനാ. ആരെങ്കിലും മതത്തിൽ ഇനി പുതുതായ ഒരു ആചാരങ്ങളെ കൊണ്ടുവന്നാൽ യറാഹാ ഹസനാ, അതിനെ അവൻ നല്ലതായി കാണുക കൂടെ ചെയ്തു പോയാൽ ഫഖദ് സഇമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാന റിസാല, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ദൗത്യത്തിൽ വഞ്ചന കാണിച്ചു പോയി എന്നവൻ വാദിച്ചിരിക്കുന്നു എന്ന് അവിടുന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി. ആരെങ്കിലും മതത്തിൽ ഒരു പുതിയ ആചാരത്തെ കൊണ്ടുവന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഞ്ചകനാണ് എന്നവൻ വാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമുള്ളവർ ഏറ്റവും അടിത്തറയിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചൊരു വിഷയമല്ലേ, നിങ്ങൾ പുതുതായി മതത്തിലേക്കൊന്നും കൊണ്ടുവരല്ലേ. അതിനോട് ശക്തമായി എതിർക്കാൻ കാരണം എന്താ? ഒരു വിദഅത്ത് ഒരാളുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചില്ലേ, നിങ്ങൾ നോക്ക, സൂര്യൻ അങ്ങ് പടിഞ്ഞാറ് ഉദിക്കുന്നൊരു സമയം വരെ, ഒരു മനുഷ്യന്റെ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്ന കാലം വരെ അവൻ അല്ലാഹുവിനോട് പൊറുക്കല് തേടിയാൽ അവന്റെ തൗബ അല്ലാഹു സ്വീകരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാലോ ഒരാളുടെ ജീവിതത്തിൽ ബിദഅത്തുണ്ടോ, ഒരാള് സാഹിബ് ബിദഅത്താണോ, ബിദഅത്തിന്റെ ഉടമയാണോ, അവന്റെ തൗബ അല്ലാഹുക്ക് വേണ്ട, അവന്റെ തൗബ അല്ലാഹു സ്വീകരിക്കൂല. ഇത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ അവന്റെ തൗബ റബ്ബ് സ്വീകരിക്കില്ല. രണ്ടാമത്തെ വിഷയം എന്താണെന്നറിയോ? അവന്റെ പര്യാവസാനം എങ്ങനെയാണ്? വകുല്ലു ദലാലത്തിൻ ഫിന്നാർ, അവന്റെ പര്യാവസാനം നരകമാണ് എന്ന് പഠിപ്പിച്ചു തരുമ്പോ മൂന്നാമത്തെ വിഷയം നിങ്ങൾ ആലോചിച്ചു നോക്ക്. നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഹൗദുൽ കൗസർ പൊക്കിക്കൊടുക്കുമ്പോ അവിടുന്ന് പറഞ്ഞില്ലേ, മുത്തുകളാലും പവിഴങ്ങളാലും അലങ്കൃതമായ കോപ്പകളാൽ സജ്ജീകരിക്കപ്പെടുന്ന പാനീയമാണ്. അതിന്റെ നിറമിതാ പാലിനെക്കാളും വെളുത്തുപോയൊരു നിറമാണ്. അതിന്റെ രുചി ഒരിക്കൽ കുടിച്ചവന് പിന്നീട് ദാഹമില്ല. അത്രത്തോളം ശ്രേഷ്ഠത പറഞ്ഞ ഹൗദുൽ കൗസർ ഉണ്ടല്ലോ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുക്കിക്കൊടുക്കുമ്പോ ആ പ്രവാചകൻ പറയാണ്, എനിക്കും എന്റെ ഉമ്മത്തിലെ ചില ആളുകൾക്കുമിടയിൽ അള്ളാഹു മറിയിടുകയാണ്. ഞാൻ പറയും, ഇവരെന്റെ ഉമ്മത്താണ് അല്ലാ, ഇവരെന്റെ സമൂഹമാണ് റബ്ബേ. അല്ലാഹു തആല തിരിച്ചു പറയുമെന്നാണ് മലക്കുകൾ അവിടുന്ന് പ്രവാചകരോട് പറഞ്ഞു കൊടുക്കുന്നു, നബിയേ ഇവരാരാണെന്നറിയോ? അങ്ങയുടെ കാലശേഷം മതത്തിൽ ഒരുപാട് ആചാരങ്ങളെ ഉണ്ടാക്കിയവരാണ്, അങ്ങയുടെ മതത്തിൽ കലർപ്പുണ്ടാക്കിയവരാണ് നബിയേ. ഈ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയോ? സുഹ്കൻ സുഹ്കാ, സുഹ്കൻ സുഹ്കാ, ദൂരെ പോ ദൂരെ പോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ആട്ടിയോടിക്കുമ്പോ, എന്റെ മതത്തിൽ കലർപ്പുണ്ടാക്കിയവരെ നിങ്ങളൊന്ന് ദൂരെ പോ എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ആട്ടിയോടിക്കുമെന്ന് ഹദീസുകളിൽ നമ്മൾ വായിച്ചെടുക്കുക. അതുകൊണ്ട് മതത്തിൽ ഒരു പുതിയൊരു ആചാരത്തെ നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. ഇപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇവിടുത്തെ സലഫുകളായ മുജാഹിദുകളായ ആളുകൾക്ക് അള്ളാഹുവിന്റെ പ്രവാചകനോട് സ്നേഹമില്ല എന്ന് പറയുന്ന ഒരുപാട് ആളുകളെ നമുക്ക് നാടുകളിൽ കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമില്ല എന്ന് പറയാനുള്ള കാരണം എന്താണ്? അല്ലേ, ഇപ്പൊ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന നബിദിന പരിപാടികളിലൊന്നും മുജാഹിദുകളെ കാണാനില്ല. അതെന്റെ ഏറ്റവും വലിയ കാരണം. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട മാലമൗലിദുകളിൽ അതിലും നമ്മൾ പങ്കെടുക്കുന്നത് കാണാനല്ല. അപ്പത്തിൻ്റെ മുദ്ര കുത്താൻ ഇവർക്ക് പ്രവാചകനോട് സ്നേഹമില്ല. എൻ്റെ പ്രിയമുള്ളവരെ, ആ പ്രവാചകനോട് മഹബത്ത് വെക്കുന്ന ഒരാൾക്കും ഇന്ന് നമ്മൾ കാണുന്ന നബിദിന പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. അതിന് കാരണം എന്താണ്? അള്ളാഹുവിൻ്റെ പ്രവാചകൻ ജനിച്ചതിൽ സന്തോഷം വേണ്ടെന്ന വേണം മുജാഹിദുകൾ പറയുന്നു. വേണം. അതെങ്ങനെ? നബിദിനുണ്ടോ? ഉണ്ട്. അതെങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ തിങ്കളാഴ്ച ദിവസത്തെ നോമ്പിനെ കുറിച്ച് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമോടൊന്ന് പറയാൻ അല്ലേ? സ്വഹാബാക്കളോട് ആ തിങ്കളാഴ്ച നോമ്പ്, അന്നൊരു നോമ്പെടുക്കണം, അത് സുന്നത്താണ്.
അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുമ്പോ അതിന് കാരണം ഹദീസിൽ പറഞ്ഞില്ല, ഫീഹി വുലിതോ, ആ തിങ്കളാഴ്ച ദിവസമാണ് ഞാൻ ജനിച്ചിട്ടുള്ളത്, അതുകൊണ്ട് നിങ്ങൾ തിങ്കളാഴ്ച നോമ്പെടുത്തോ. അള്ളാഹുവിന്റെ പ്രവാചകൻ ജനിച്ചതിന്റെ സന്തോഷം ഭക്ഷണം കഴിച്ച് തീർക്കാനല്ല, അല്ലേ? ഇതാരും വേദനിപ്പിക്കാൻ പറയില്ല. വസ്തുത കൃത്യമായി പഠിക്കാൻ അള്ളാഹുവിന്റെ റസൂല് പറയാൻ നിങ്ങൾ നോമ്പെടുക്കണം. ഞാൻ ചോദിക്കട്ടെ, 2 കൊല്ലം മുമ്പ് റബീഉൽ അവ്വൽ 12 കടന്നു വന്നത് തിങ്കളാഴ്ച ദിവസമായിരുന്നു, അല്ലേ? ഒരു സുന്നത്ത് നോമ്പ് പഠിപ്പിക്കപ്പെട്ട റസൂലുള്ള ജനിച്ചതിന്റെ പേരിൽ നോമ്പെടുക്കണമെന്ന് റസൂലുള്ളാന്റെ നാവ് കൊണ്ട് പഠിപ്പിച്ച സ്വഹീഹ് മുസ്ലിമിലെ ഹദീസ്, അല്ലേ? സ്വാഭാവികമായിട്ട് ഈ പ്രസംഗത്തിനൊരു മറുപടി ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം എന്താണെന്നറിയോ, ഞാനിവിടെ പറയുന്ന പോയിന്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തി വെക്കണം, അതിന് മറുപടി. ഇതൊക്കെ സാധാരണ ഇവിടെ വരുന്ന സക്കാഫിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ മറുപടിയായി പറയാൻ ഉദ്ദേശിക്കുന്ന ഹദീസുകളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ മുൻകൂട്ടി പറയാൻ, അല്ലേ? ഇനി അതിനൊരു മറുപടി ഉണ്ടെങ്കിൽ പറയട്ടെ. ഈ തിങ്കളാഴ്ച നോമ്പ് അള്ളാഹുവിന്റെ പ്രവാചകൻ ജനിച്ചതിന്റെ സന്തോഷത്തിന് എടുക്കാൻ പറഞ്ഞതാ, അന്ന് ഫുഡ് കഴിക്കാനല്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, 2 കൊല്ലം മുമ്പ് ഒരു നബിദിനം തിങ്കളാഴ്ച ഉണ്ടായപ്പോ അന്ന് രാവിലെ മധുരപലഹാരം കൊണ്ട് തുടങ്ങി ഉച്ചക്ക് ഹെവി ഫുഡോടുകൂടെ കെങ്കേമമാക്കിയപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് എവിടെ? അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്ക് നമ്മൾ എവിടെ സ്വീകരിച്ചു? ജന്മദിനാഘോഷിക്കാൻ തിങ്കളാഴ്ചത്തെ നോമ്പ് എന്ന് പറഞ്ഞ പോരല്ലോ. തെളിവായിട്ട് സാധാരണ ഇപ്പൊ മുസ്ലിയാക്കന്മാർ എല്ലായിടത്തും ധരിക്കാറുള്ളതാണ്. തിങ്കളാഴ്ചത്തെ നോമ്പെടുത്തോളാൻ പറഞ്ഞില്ലേ? സന്തോഷിക്കാൻ ഖുർആൻ സൂറത്ത് യൂനുസ് പറഞ്ഞില്ലേ? സൂറത്ത് യൂനുസ് പറഞ്ഞ് സന്തോഷിക്കാൻ, ആഘോഷിക്കാനല്ല, സന്തോഷിക്കാനാണ്. റസൂലുള്ളാഹി വന്നതിൽ സന്തോഷമില്ലാത്ത ആരാ ഇന്ന് ലോകത്തുള്ളത്? എല്ലാവർക്കും സന്തോഷല്ലേ? ഇനി പ്രിയമുള്ളവരെ, ആ തിങ്കളാഴ്ച നോമ്പെടുക്കാൻ പറഞ്ഞപ്പോ നമ്മൾ നോമ്പെടുക്കാൻ തയ്യാറല്ല. എന്നാൽ മുജാഹിദുകളായ ആളുകൾ ജനങ്ങളോട് പറയുന്നത്, ആ തിങ്കളാഴ്ച നിങ്ങൾ നോമ്പെടുത്തോ. ഓരോ തിങ്കളാഴ്ച നമ്മളിലേക്ക് കടന്നു വരുമ്പോ അള്ളാഹുവിന്റെ ഹബീബിനെ നിയോഗിച്ചതിന്റെ പേരില് അള്ളാഹുവിന്റെ റസൂല് ജനിച്ചതിന്റെ സന്തോഷം അവിടുന്ന് ഹദീസിൽ പറഞ്ഞ പോലെ ആ തിങ്കളാഴ്ച നിങ്ങൾ നോമ്പെടുത്തോ. തിങ്കളാഴ്ച നോമ്പെടുക്കാൻ പറയാൻ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇന്ന് നമ്മൾ കാണുന്ന നബിദിനാഘോഷങ്ങളോട് നമ്മൾ എന്തുകൊണ്ടാണ് എതിരെ? ഞാൻ അവിടെ കൃത്യമായിട്ട് രേഖകൾ നിങ്ങളോട് പറയാൻ. ഇത് കൃത്യം നോക്കിയ സുന്നത്ത് മാസികയിലെ 2000-2001 ഇവിടത്തെ കാരന്തൂരി സമസ്തക്കാർക്ക് അറിയാലോ. അതിലൊക്കെ കൃത്യമായിട്ട് പറയാൻ. ഒന്ന് പറയുന്നത്, പ്രവാചകന്റെ മൗലിദാഘോഷത്തെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച ഇമാം സുയൂത്തിയുടെ അഭിപ്രായത്തിൽ ജന്മദിനാഘോഷം കടന്നു വന്നത് ഹിജറ 600-കൾക്ക് ശേഷമാണ് എന്ന് പറയുന്നുണ്ട്. മറ്റൊരു സുന്നത്ത് മാസികയിൽ പറയുന്നുണ്ട്, ജന്മദിനാഘോഷം തുടങ്ങുന്നത് ഹിജറ 300-കൾക്ക് ശേഷമാണ്, 3 നൂറ്റാണ്ടിന് ശേഷമാണ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, മറ്റൊരു റിപ്പോർട്ടിൽ പറഞ്ഞത്, ഇവർ തന്നെ എഴുതി വെച്ച മാസികകളിൽ കാണുന്നത്, പ്രവാചകന്റെ മൗലിദാഘോഷം എന്ന് പറയുന്ന ലേഖനത്തിൽ എഴുതി വെക്കുന്നത് ജന്മദിനാഘോഷത്തിന് തുടക്കം കുറിച്ചത് അബൂലഹബാണെന്ന് പറഞ്ഞ് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഇവിടെ ചുരുക്കത്തിൽ ഞാനിത് പറയാൻ, ഹിജറ 300-ന് ശേഷമാണ് ലോകത്ത് ആദ്യമായിട്ട് ഈ ആഘോഷങ്ങൾ നിലവിൽ വരുന്നത്, അല്ലേ? കൃത്യമായിട്ട് രേഖകളിലൂടെ പള്ളി ദർസുകളിൽ ഓതി പഠിക്കുന്ന ഫത്ഹുൽ മുഈനിന്റെ ഹാഷിയ സയ്യിദ് ബക്കരിയുടെ ഇആനത്തു താലിബീൻ രേഖപ്പെടുത്തി വെക്കാൻ, അന്ന അമലുൽ മൗലിദി ഹദസ ബഅദൽ ഖുർആനി സലാസ, 3 നൂറ്റാണ്ടിന് ശേഷമുണ്ടായതാണ്. പ്രവാചകന്റെ ഹിജറ 300 കൊല്ലങ്ങൾക്ക് ശേഷമുണ്ടായതാണ്. അപ്പൊ തന്നെ പ്രിയമുള്ളവരെ, അത് ബിദ്അത്തായില്ലേ? ഇനിയോ നിങ്ങൾ ആലോചിച്ച് നോക്കൽ, ഹാബീലിൽ ഫതാവ ഇമാം സുയൂത്തി തന്നെ രേഖപ്പെടുത്തുകയാണ്, ലാ അഅലമു ലിഹാദിൽ മൗലിദി അസ്ലം ഫീ കിതാബില്ലാഹ് വലാ ഫീ സുന്നത്തി റസൂലിഹി. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചര്യയിലോ ഖുർആനിലോ ഈ മൗലിദിന് യാതൊരു തെളിവും തന്നെ നമ്മൾ കാണുന്നില്ല. ബൽഹുവ ബിദ്അ, എന്നാൽ അത് ബിദ്അത്താണ്. എന്നിട്ട് ഇമാം സുയൂത്തി തന്നെ പറയുന്നു, ആരാണിത് കൊണ്ടുവന്നത് എന്നറിയോ? അഹ്ദസഹൽ ബത്താലൂന വശഹ്വത്തുൻ നഫ്സി, അതാ ദേഹേച്ഛക്കാരും മടിയന്മാരുമായ ആളുകൾ കൊണ്ടുവന്നതാണ്. ഷാപ്പാട് രാമന്മാരായ ആളുകളാണ് ഇതുകൊണ്ട് പ്രാധാന്യം പിടിച്ചത് എന്ന് ഇത് മുജാഹിദുകളുടെ വാക്കല്ല. ഇമാം സുയൂത്തി തന്നെ അൽ ഹാബിലിൽ ഫതാവയിലൂടെ രേഖപ്പെടുത്തി വെക്കാണ്. അപ്പൊ ഇമാം സുയൂത്തി പറയാൻ, 1-ാം വോള്യം 196-ാമത്തെ പേജ് നിങ്ങൾക്ക് ഏത് ഉസ്താദിനോടും കൊണ്ടുപോയി ചോദിക്കുക. നമ്മുടെ ഇമാം സുയൂത്തിനെ കുറിച്ച് പറഞ്ഞ എന്താ? ഇങ്ങനെയല്ലേ, ബിദ്അത്താണ്, ഇത് ഇന്ന ആളുകൾ കൊണ്ടുവന്നതാണ്.
300 കൊല്ലം പറയില്ല. ഇനി തഴവ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ അൽ-മവാഹിബുൽ ജലീൽ പറഞ്ഞ എന്താ? അവിടെ അദ്ദേഹം പറഞ്ഞത് തന്നെയല്ലേ, മൗലീദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജറ 300 ശേഷം വന്നതാ. മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ല, ഹിജറ 300 ശേഷം വന്നതാ, അത് ഹലബി 1-ാം ഭാഗമിൽ നോക്കേണ്ടതാ എന്നും സഖാവി പറഞ്ഞതായി കാണുന്നതാ. അപ്പൊ രേഖയോടുകൂടെ തഴവ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ പറയാൻ 300 കൊല്ലത്തിന് ശേഷം വന്നാൻ. ഇത് ഞാൻ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇനി പറയും അത് മുജാഹിദുകള് അതിന്റെ ബാക്കി പറയാത്തത് കൊണ്ടാണ്. എന്താ ബാക്കി? മലിക്കുൽ മുളഫർ ധീരനായൊരു രാജനാ, ഇർബൽ ഭരിച്ചവനാണ് ബന്ദർമിഷ്ടനാ. പ്രിയമുള്ളവർ, ഒരു കാര്യം സാന്ദർഭികമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്താൻ, ഞാൻ ഈ പറയുന്ന വിഷയങ്ങളെ കൃത്യമായി നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം. കാരണം എന്തെന്നറിയോ, സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞതായിരിക്കും ഇനി മറുപടി ആയിട്ട് പറയുക. കാരണം ഈ പറഞ്ഞതൊന്നും മറുപടിക്ക് വരുന്ന ഉസ്താദ്മാർ കേട്ടോളുന്നില്ല. കാരണം നമ്മുടെ ഉസ്താദ്മാർ പറഞ്ഞെടുക്കുക നബിദിനം വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്, ഓക്കെ, അതിൻ്റെ ഒരു മറുപടി സ്വയം മുസ്ലിമിൽ ഇതാ നബിദിന ജന്മദിനം നോമ്പെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതിനൊരു തെളിവാൻ അങ്ങനെ പറയുള്ളൂ. ഇവിടെ അത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള മൂപ്പർക്ക് അറിയൂല. അതുകൊണ്ട് ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ തഴവയുടെ ബൈത്ത് ഉദ്ധരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ പറയും ബാക്കി വായിച്ചിട്ടില്ല എന്നാ പറയാ. അപ്പൊ ബാക്കി ഇവിടെ വായിക്കുന്നുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധയപ്പെടുത്തണം. അല്ലേ? എന്താ പറഞ്ഞത്? മലിക്കുൽ മുളഫർ ധീരനായൊരു രാജനാ, ഇർബൽ ഭരിച്ചവനാണ് ബന്ദർമിഷ്ടനാ. ഇർബലിന്റെ ഭരണാധികാരി മുളഫർ എന്ന് പറയുന്ന രാജാവാണിത് കൊണ്ടു നടന്നത് എന്ന് പറയുമ്പോ നമ്മുടെ ഉസ്താദുമാര് പറയില്ലേ 300 കൊല്ലത്തിന് ശേഷമെന്ന് തഴവ പറഞ്ഞത് അത് മുളഫർ രാജാവിനെ കുറിച്ചാണ്. മിനൽ മലിക്കിൽ മുലൂക്കി എന്ന് പണ്ഡിതന്മാര് രേഖപ്പെടുത്തി വെച്ചിട്ടില്ലേ? രാജാക്കന്മാരുടെ കൂട്ടത്തിൽ എന്നാണ് 300 ശേഷം. ഇത് റസൂലിന്റെ കാലം മുതലേ ഉണ്ട് എന്നാണ് പറയുന്നതെങ്കിലോ എന്റെ പ്രിയമുള്ളവരെ പഠിച്ചു വെച്ചോ, ഹിജറ 300-ാം വർഷത്തില് മുളഫർ രാജാവ് ഇർബല് ഭരിച്ചിട്ടില്ല. 300-ാം കൊല്ലത്തിൽ അങ്ങനെ ഒരു ഭരണേ നടന്നിട്ടില്ല. അന്ന് ഫാത്തിമിയ്യ ഖിലാഫത്ത. അപ്പൊ 300-ാം കൊല്ലത്തിൽ ആരാ ഭരിച്ച? അപ്പൊ തഴവക്ക് അബദ്ധം പറ്റിയിട്ടില്ല, മുജാഹിദുകൾക്കും പറ്റിയിട്ടില്ല, വ്യാഖ്യാനിച്ച ഉസ്താദ്മാർക്ക് പറ്റി. എന്താ? 300-ാം കൊല്ലത്തിൽ ആദ്യമായിട്ട് മൗലിദ് ഉണ്ടായി. രാജാക്കന്മാരുടെ കൂട്ടത്തിൽ മുളഫർ രാജാവ് ഭരിച്ച കൊല്ലം തന്നെ ഹിജറ 600-കൾക്ക് ശേഷം. ഇനി തെളിവ് വേണോ? ഷാഫി മദ്ഹബുകാർക്ക് ഉൾക്കൊള്ളാൻ ഇത് ആധികാരികമായ രേഖ തരാ. പിന്നെ ഷാഫി മദ്ഹബിലെ ആധികാരിക മുഫസ്സിറായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രഗ്രന്ഥമായ അൽ ബിദായത്തു വന്നിഹായ പഠിക്കുന്നവരോട് എളുപ്പത്തിന് വേണ്ടി പറഞ്ഞു തരാ. ആ പുസ്തകത്തിന്റെ ഇൻഡെക്സിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് പിന്നെ ഹിജറ വർഷത്തിലാണ് അതിന്റെ ഇൻഡെക്സ്. അതിൽ ഹിജറ 604 എന്ന ഹെഡിങ് എടുത്ത പേജ് ഒന്ന് മറിച്ച് നോക്കിയാൽ മതി. അപ്പൊ കാണാ ഹിജറ 604-ലാണ് ഇർബൽ എന്ന് പറയുന്ന പ്രദേശത്തുകൂടെ കടന്നുപോയ ഹാഫിദ് ഇബ്നു ദഹിയ മുളഫർ രാജാവിന് പ്രവാചകന്റെ പേരിൽ ഒരു മൗലിദ് എഴുതി കൊടുക്കുകയും അതിനെ കെങ്കേമമായി ആഘോഷിച്ചു എന്ന് മാത്രമല്ല, ഹിജറ 630-ൽ ലുക്ക എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് ഫ്രഞ്ചുകാരുടെ തടവറയിൽ വെച്ച് മരണപ്പെടുന്ന കാലഘട്ടം വരെ മുളഫർ രാജാവിനെ ആഘോഷിച്ചിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്തി വെക്കുമ്പോ ഹിജറ 600-കൾക്ക് ശേഷമാണ് മുളഫർ രാജാവ് ഭരിക്കുന്നത്. അപ്പൊ മൗലിദുണ്ടായത് 300-കൾക്ക് ശേഷമാണ്. രാജാക്കന്മാരുടെ കൂട്ടത്തിലേക്ക് കടന്നു വരുന്നത് 600-കൾക്ക് ശേഷമാണ്. ഇനി ഇമാം സുയൂത്ത് തന്നെ പറഞ്ഞില്ല ഭക്ഷണക്കൊതിയന്മാരുണ്ടാക്കിയതാണെന്ന്. മൗലിദ് കഴിക്കുന്ന നാടയ്യായിരം, പൊരിക്കുന്നതാണ് കോഴിയും 10,000. ആടയ്യായിരം, കോഴി 10,000 അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ ഇത് പുതുതാണ്, 300 കൊല്ലത്തിന് ശേഷം വന്നതാ. ഇനി നിങ്ങൾ ആലോചിച്ച് ഈ 300 കൊല്ലം ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോ ഈ 300 കൊല്ലം ഇവിടെ ജീവിച്ചു പോയവരാരാ? ഇതൊന്നും കഴിക്കാതിരുന്നവരാരാ? ആരാ? അല്ലാഹുവിന്റെ റസൂൽ തന്നെ പറയുകയാണ്, ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ജനങ്ങളിൽ ഉത്തമർ എന്റെ നൂറ്റാണ്ടാണ്, പിന്നെ അതിനോടടുത്ത് വരുന്നവരാണ്, പിന്നെ അതിനോടടുത്ത് വരുന്നവരാണെന്ന് പഠിപ്പിച്ച ഉത്തമരായ തലമുറയുണ്ടല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകരോടുകൂടെ ജീവിച്ച സ്വഹാബത്തിന്റെ നൂറ്റാണ്ട്, പിന്നെ താബികളുടെ നൂറ്റാണ്ട്, പിന്നെ തബഉത്താബികളുടെ നൂറ്റാണ്ട്. ഈ 3 നൂറ്റാണ്ടിലും ഇങ്ങനൊരു ആഘോഷത്തെ പരിചയമില്ല. ഇപ്പൊ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഇതുകൊണ്ട് ഇന്നത്തെ നബിദിനാഘോഷം നമ്മളിൽ ഈ നബിദിന റാലി
ഞാൻ ചോദിക്കുകയാണ്, എവിടെയെങ്കിലും പ്രാമാണികമായ ഒരു രേഖ ഒന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നബിദിന റാലി ആഘോഷമൊക്കെ നടത്താൻ റസൂലുള്ള കൽപ്പന നടത്തിയിട്ടുണ്ടോ? പ്രവാചകൻ വാക്കാലെ, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന്റെ കൂടെ ചെയ്ത് കാണിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇനി മൂന്നാമത്തെ ചോദ്യത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു തുടങ്ങിയ പ്രഗൽഭരായ സ്വഹാബത്ത് അണിനിരന്ന നബിദിന ഘോഷയാത്ര, ആ ഘോഷയാത്രയിൽ മദീനയിലെ കുട്ടികളുടെ ദഫിന്റെ അകമ്പടിയോടുകൂടെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കവി എന്ന പേരിൽ അറിയപ്പെടുന്ന ഹസാൻ ഇബ്നു സാബിത്തിന്റെ കവിതകൾക്ക് മധുര ശബ്ദത്തിന്റെ ഉടമ ബിലാൽ ഇബ്നു റവാഹിയുടെ ഗാനാലാപനത്തോടുകൂടെ ഒരു നബിദിന റാലി മദീനയിലൂടെ നടന്നു എന്ന് തെളിയിക്കാൻ ആർക്കെങ്കിലും കഴിയോ? എന്നിട്ട് റസൂൽ അതിന് മൗനായിട്ട് അംഗീകാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് യാതൊരു വശമില്ല, ഞങ്ങളുണ്ടാവും മുമ്പില്. ഉണ്ടോ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഒരു നബിദിന റാലി റസൂലുള്ളാഹിന്റെ വാക്കാലോ പ്രവൃത്തിയാലോ മൗന അനുവാദത്താലോ പഠിപ്പിക്കപ്പെട്ട ഒരു ഘോഷയാത്രയുണ്ടെങ്കിൽ നിങ്ങൾ പറ. അങ്ങനെ ഒരു ആഘോഷമുണ്ടെങ്കിൽ നിങ്ങൾ പറ. ഇവിടെ വരുന്ന വഹാബ് സക്കാഫിക്ക് പഠിച്ചു വിശദീകരിക്കാൻ ദിവസമുണ്ട്, പറയട്ടെ. നിങ്ങൾ ആലോചിക്കുക, എന്തേ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല? സ്വഹാബാക്കൾ ചെയ്തിട്ടില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടം നിങ്ങൾ നോക്കിക്കോ. ആ പ്രവാചകന്റെ കാലം കഴിഞ്ഞിട്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2 വർഷക്കാലവും 6 മാസക്കാലവും ഭരണം നടത്തിയപ്പോ മിനിമം 2 റബീഉൽ അവ്വലെങ്കിലും കടന്നു പോയപ്പോ ഒരു നബിദിനാഘോഷം സംഘടിപ്പിച്ചിട്ടുണ്ടോ? മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു 10 കൊല്ലക്കാലം പിന്നീട് ഭരണം നടത്തിയപ്പോ ഏതെങ്കിലും ഒരു നബിദിനാഘോഷം സംഘടിപ്പിച്ചതിന് തെളിവുണ്ടോ? ഏകദേശം 30 വർഷക്കാലത്തിലധികം 10-35ഓളം കൊല്ലം ഖുലഫാഉർ റാഷിദുകളുടെ ഭരണം ഈ നാട്ടിലുണ്ടായപ്പോ ഏതെങ്കിലും ഒരാൾ നബിദിനാഘോഷം നടത്തിയതായിട്ട് രേഖയുണ്ടോ? ഇവർക്കാർക്കില്ലാത്ത അല്ലേ? മുജാഹിദുകൾക്ക് പ്രവാചകനോട് സ്നേഹമില്ലെന്ന ചോദിക്കട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ഹിജറയാത്ര നടക്കുമ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിലൂടെ നടക്കുമ്പോ പിന്നിലൂടെ മാറി മാറി നടക്കുന്നത് കണ്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നു, അബൂബക്കർ എന്തേ ഇങ്ങനെ മാറി മാറി നടക്കാനുള്ള കാരണമെന്ന് ചോദിക്കുമ്പോ അവിടെന്ന് പറയുന്നു, നബിയേ, അങ്ങയുടെ മുന്നിലൂടെ നടക്കുമ്പോ എനിക്ക് ഭയമാണ് പിന്നിൽ നിന്ന് ശത്രുക്കൾ ആക്രമിച്ചാലോ. പിന്നിലൂടെ നടക്കുമ്പോ എനിക്ക് ഭയമാണ് മുന്നിൽ നിന്ന് ശത്രുക്കൾ ആക്രമിച്ചാലോ. എനിക്ക് സമാധാനമില്ല റസൂലേ എന്ന് പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ഗുഹയിൽ പ്രവേശിക്കുമ്പോ സ്വന്തം വസ്ത്രമിതാ പിച്ചി ചീന്തിയിട്ടോ ശരിയാ ഗുഹയുടെ ദ്വാരങ്ങൾ അടച്ചു വെക്കുന്നു. എന്തിനാ? അള്ളാഹുവിന്റെ പ്രവാചകനെ ക്ഷുദ്രജീവികൾ ആക്രമിക്കാതിരിക്കാനാണെങ്കിലോ അത്രമാത്രം അള്ളാഹുവിന്റെ പ്രവാചകനോട് സ്നേഹം വെച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അള്ളാഹുവിന്റെ റസൂലിനോട് സ്നേഹമില്ല എന്ന് പറയാൻ കഴിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അള്ളാഹുവിന്റെ റസൂല് വഫാത്തായി എന്ന് കേട്ടപ്പോ ഊരിപ്പിടിച്ച വാളുമായി ആരെങ്കിലും എന്റെ ഹബീബ് വഫാത്തായി എന്ന് പറഞ്ഞ അവന്റെ തലഞ്ഞാന വെച്ചേക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേശത്തോടുകൂടെ വാളൂരിയ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആരുടെ മുന്നിലും തളരാത്ത കയ്യാണ്. അള്ളാഹുവിന്റെ ഹബീബ് വഫാത്തായി എന്ന് പറയുന്നവന്റെ തലഞ്ഞാനറുക്കുമെന്ന് പറഞ്ഞു നിൽക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് പറയുന്നു, ഉമർ, റസൂലുള്ളാഹി വഫാത്താകുമെന്നുള്ളത് വിശുദ്ധ ഖുർആനല്ലേ എന്ന് പറയുമ്പോ ആരുടെ മുന്നിലും തളരാത്ത കൈ തളർന്നുകൊണ്ട് വാള് താഴെ വീണ് പോകുമ്പോ ആ ഉമർ റളിയല്ലാഹു അൻഹുവിന് അള്ളാഹുവിന്റെ പ്രവാചകനോട് സ്നേഹമില്ല എന്ന് പറയാൻ കഴിയോ? എന്റെ പ്രിയമുള്ളവരെ, കുട്ടിക്കാലം മുതൽ പ്രവാചകന്റെ കൂടെ വളർന്നു വന്ന മഹാനായ അലി റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലിനോട് സ്നേഹമില്ല എന്ന് പറയാൻ കഴിയോ? അള്ളാഹുവിന്റെ പ്രവാചകൻ വഫാത്തായി കിടക്കുമ്പോ അവിടുന്ന് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോ ബിലാലിന്റെ മധുര ശബ്ദം മദീനയുടെ വീഥികളിലൂടെ ഒഴുകാൻ തുടങ്ങിയപ്പോ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ
ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന ബിലാലിനെ പറയാൻ കഴിയുന്നില്ല. ബിലാലിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിക്കുമ്പോ ആ ബിലാൽ എത്ര നബിദിന റാലികളാണ് നടത്തിയത്, എത്ര കാരക്കുകളാണ് റബീഉൽ അവ്വൽ 12 പേരിൽ വിതരണം ചെയ്തത്. ആ ബിലാലിന് പ്രവാചകനോട് സ്നേഹമില്ല എന്ന് പറയാൻ കഴിയോ? എന്റെ പ്രിയമുള്ളവര്, ഉഹദിന്റെ രണഭൂമിയിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകനെ ശത്രുക്കൾ ആക്രമിക്കാനായി വരുമ്പോ ഒരു കൈ കൊണ്ട് പ്രവാചകനെ അടച്ചു പിടിച്ചുകൊണ്ട് മറുകൈ കൊണ്ട് ശത്രുക്കളോട് യുദ്ധം ചെയ്തു പോയ തൽഹത്ത് റളിയല്ലാഹു അൻഹു അവിടുന്ന് കൈപ്പത്തിക്ക് വെട്ടേൽക്കുമ്പോ വിരലുകൾ താഴെ വീണു പോകുമ്പോ മറുകൈയിലേക്ക് വാള് മാറ്റി പിടിച്ച് പ്രവാചകനെ സംരക്ഷണം ചെയ്തുകൊണ്ട് യുദ്ധം ചെയ്യുമ്പോ ദൂരന്ന് ശത്രുക്കൾ അമ്പയ്യാൻ ഒരുങ്ങിയപ്പോ അള്ളാഹുവിന്റെ പ്രവാചകരോട് പറഞ്ഞില്ല നബിയേ, ശത്രുക്കളെയും നേതമ്പാകട്ടെ ഹബീബ്, എന്റെ റസൂലിന്റെ ശരീരത്തിൽ അത് തറക്കോല്ല നബിയേ, അങ്ങയുടെ നെഞ്ചിന്റെ താഴെ തൊൽഹത്തിന്റെ നെഞ്ചുണ്ട് നബിയേ, അങ്ങയുടെ നെഞ്ചിന്റെ താഴെ ഈ തൊൽഹത്തിന്റെ നെഞ്ചുണ്ട് നബിയേ എന്ന് പറഞ്ഞ് 70ഓളം വെട്ടും കുത്തും സ്വന്തം ശരീരത്തിലൂടെ ഏറ്റുവാങ്ങിയ ത്വൽഹാ റളിയല്ലാഹു അൻഹു അള്ളാന്റെ പ്രവാചകരോട് സ്നേഹമില്ല എന്ന് പറയാൻ കഴിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവർക്കാർക്കില്ലാത്തൊരു സ്നേഹം നമുക്കോ? അല്ലേ? ഇവരാരും ചെയ്തിട്ടില്ലെങ്കിൽ അവർക്കാർക്കും പ്രവാചകനോട് സ്നേഹമില്ല എന്ന. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, അല്ലേ? എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചെന്ന് കൃത്യമായൊരു രേഖ ഹാജരാക്കാൻ, തർക്കമില്ലാത്തൊരു രേഖ ഹാജരാക്കാൻ നമുക്ക് കഴിയോ? അല്ലേ? റസൂലുള്ളാഹി ജനിച്ച് റബീഉൽ അവ്വൽ 12 സ്ഥിരീകരിക്കപ്പെട്ട രേഖ എവിടെ? അല്ലേ? അതിന് തർക്കമുണ്ട്. വഖദ് ഇഖ്തലഫൽ മുഅർരിഖൂന ഫിൽ ആമിൽ ലദീ വലദ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ പ്രവാചകൻ ജനിച്ച വർഷത്തിൽ ജനങ്ങൾക്കിടയിൽ ഭിന്നഭിപ്രായം ഉണ്ടായി. 570 ആണോ 71 ആണോ? മാസത്തിൽ ഭിന്ന അഭിപ്രായമുണ്ടായി. റമദാനാണോ റബീഉൽ അവ്വലാണോ? തർക്കല്ലേ? ദിവസത്തിൽ തർക്കല്ലേ? അത് 8 ആണോ 10 ആണോ 12 ആണോ 17 ആണോ? തർക്കല്ലേ? അല്ലേ? പിന്നെ എന്തേ ഒരു ഉറപ്പുള്ളോ? തിങ്കളാഴ്ചയാണെന്ന കാര്യത്തിൽ അഭിപ്രായ ഭിന്നതയില്ല. അപ്പൊ റസൂലുള്ളാഹി ജനിച്ചെന്നാണ്. ഇന്നിപ്പോ നാട് നീളെ പോസ്റ്റർ, അല്ലേ? ഇപ്പൊ കഴിഞ്ഞ റബീഉൽ അവ്വലൊക്കെ എന്റെ വീടിന്റെ ഗേറ്റിന്റെ അവിടെയും കൊണ്ടുവന്നിട്ട് ഒരു പോസ്റ്റർ. എന്താ? റബീഉൽ അവ്വൽ 12 മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു. അന്ന് ഇബ്ലീസ് പൊട്ടിക്കരഞ്ഞു. ഇന്ന് ഇബ്ലീസിന്റെ അനുയായികൾ പൊട്ടിക്കരയുന്നു. വഹാബികളെ, നിങ്ങൾ നിലവിളിച്ചു കൊള്ളുക. അല്ലേ? ഇതിങ്ങനെ എഴുതി എല്ലായിടത്തും നമ്മൾ അതേ നാണയത്തിൽ മറുപടി പറയാൻ, അതേ നാണയത്തിൽ ഞാൻ പറയാ, റബീഉൽ അവ്വൽ 12 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. എന്നാലോ റബീഉൽ അവ്വൽ 12 അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു, വഫാത്തായി. അന്ന് ഇബ്ലീസ് സന്തോഷിച്ചു. ഇന്ന് ഇബ്ലീസിന്റെ അനുയായികൾ സന്തോഷിക്കുന്നുവോ? ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. അല്ലേ? നമുക്ക് അതേ നാണയത്തിൽ അത്രേ പറയാൻ പറ്റുള്ളൂ. റസൂലുള്ളാഹി വഫാത്തായ ദിവസം റബീഉൽ അവ്വൽ 12. നിങ്ങൾ ആലോചിച്ചോക്കിനി. അപ്പൊ എന്തുകൊണ്ടാ ഇങ്ങനെ ഒരു ഇത്രയും നല്ല പുണ്യമുള്ള ഒരു ദിവസമാണെങ്കിൽ എന്തുകൊണ്ട് അതിന്റെ പേര് തർക്കമുണ്ടായി? ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതെന്ന് നമ്മൾ എല്ലാവരും പറയും ഓഗസ്റ്റ് 14 അർദ്ധരാത്രിക്ക. തർക്കമുണ്ടോ? തർക്കമില്ല. എന്തുകൊണ്ടാണ്? അതിന്റെ 1ാമത്തെ ഡേറ്റ് മുതൽ നമ്മൾ കണ്ടുവരാൻ. അല്ലേ? ഇന്ത്യൻ റിപ്പബ്ലിക് എന്ന ജനുവരി 26. തർക്കമുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ? 1ാമത്തെ ദിവസം മുതൽ കണ്ടുവരാൻ. പക്ഷെ ഇത്രമാത്രം പുണ്യമുള്ള ഒരു ദിവസം എന്തുകൊണ്ടാ ഭിന്നാഭിപ്രായം ഉണ്ടായി? അതിന്റെ 1ാമത്തെ ഡേറ്റ് മുതൽ കണ്ടുവന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് അവിടെ ഭിന്നാഭിപ്രായം ഉണ്ടായിട്ടുള്ളത്. അല്ലേ? ഇല്ലെങ്കിൽ ലോകത്ത് ഇത്രത്തോളം മഹത്വത്തിൽ കൊണ്ടു നടക്കുന്ന ദിവസം ഏതാണ്ടാവുക? അല്ലേ? അപ്പൊ പ്രിയമുള്ളവർ, നിങ്ങൾ ആലോചിച്ചൊക്കെ, റസൂൽ ജനിച്ചെന്നാണെന്ന് പോലും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഇനി മറ്റുള്ള മതത്തിന്റെ ആചാരങ്ങളോട് കടപിടിക്കുക. ഈ ബർത്ത്ഡേ എന്ന് പറയുന്ന ആഘോഷം തന്നെ ജൂതലോപികളാണ്. അതിനെ നമുക്കിടയിലൂടെ കൊണ്ടുവരാം. ഇപ്പോ പ്രത്യേകിച്ച് ഇവിടെ ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ തൃശ്ശൂർ ജില്ലയിൽ തന്നെ 2 ആഘോഷ ബർത്ത്ഡേ. സാധാരണ ഒരു കുട്ടി ജനിച്ചാൽ 2 ആഘോഷാണ്. അതായത് ഇപ്പൊ തൃശ്ശൂർ ജില്ലയിൽ ഇപ്പൊ ഞങ്ങളൊക്കെ കുന്നംകുളം പ്രദേശമായി താമസിക്കുന്ന ആളുകളാണ്. അവിടെ ഒക്കെ ഒരു കുട്ടിയുടെ ജന്മദിനത്തിന്റെ അന്ന് സുലൈമാൻ നബിയുടെ പേരിൽ മൗലിദ് ഓതും. സുലൈമാൻ നബിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കോഴിയാണ്, പത്തിരിയാണ്. അതുകൊണ്ട് തന്നെ കോഴിയിറച്ചും പത്തിരി ഉണ്ടാക്കി കുട്ടികളുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ട്. എന്നാൽ തൃശ്ശൂർ ജില്ലയുടെ മാള ബോർഡറിലേക്ക് നീങ്ങുമ്പോൾ അന്ന് യൂനുസ് നബിയുടെ പേരിലാണ് മൗലിദ്. എന്തുകൊണ്ട് അഭിപ്രായ ഭിന്നത ഉണ്ടായി? ഒരു ജില്ല പോലും 2 തരം ആഘോഷ. ഇസ്ലാമിൽ ഈ ജന്മദിനാഘോഷം ഇല്ല. ഇന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുക. അല്ലേ? ഇത് എവിടെ നിന്ന് കടന്നു വന്നതാ? ജൂതന്മാരുടെ, നസ്രാണികളുടെ, ഹൈന്ദവരുടെ ആചാരങ്ങളെ പിൻപറ്റിക്കൊണ്ടുവന്നതല്ലേ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്,
ലതത്തബിഅന്ന സുനന മൻ കാന ഖബലകും ലതത്തബിഅന്ന സനന മൻ കാന ഖബലകും ശിബ്റൻ ബിശിബ്റിൻ വദിറാഅൻ ബിദിറാഇൻ ഹത്താ ലൗ ദഖലു ഫീ ജുഹരി ലബിൽ ലതബിഅതുമൂഹും ലതത്തബിഅന്ന നിങ്ങൾ പിന്തുടരുക തന്നെ ചെയ്യുമെന്നാണ് സനന മൻ കാന ഖബലകും നിങ്ങളുടെ മുമ്പുള്ള ആളുകളുടെ ദുരാചാരങ്ങളെ നിങ്ങൾ പിന്തുടരുമെന്ന് ശിബ്റൻ ബിശിബ്റിൻ വദിറാഅൻ ബിദിറാഇൻ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങൾ പിന്തുടരുമെന്ന് പറഞ്ഞപ്പോ ഏതുവരെ എന്നറിയോ ലൗ ദഖലു ഫീ ജുഹരി ലബിൽ ലതബിഅതുമൂഹും ഒരു ഉടുമ്പിന്റെ മാളത്തിലെങ്ങാനും അവർ കയറിപ്പോയാൽ അതിനെപ്പോലും നിങ്ങൾ അനുകരിച്ചുകൊണ്ട് കടന്നു പോകുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോ അവിടുന്ന് സ്വഹാബത്ത് ചോദിക്കുന്നു നബിയേ അവർ ജൂത ക്രിസ്ത്യാനികളാണോ എന്ന് ചോദിക്കുമ്പോ അവരല്ലാതെ പിന്നെ ആരാണെന്ന് മറുപടി കൊടുക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ജൂത ക്രിസ്ത്യാനികളുടെ ആചാരങ്ങളെ പിൻപറ്റും അല്ലേ, ഈ ക്രിസ്മസ് ആഘോഷത്തെ പിൻപറ്റിക്കൊണ്ട്, ശ്രീനാരായണ ഗുരു ജയന്തിയെ പിൻപറ്റിക്കൊണ്ട്, ശ്രീകൃഷ്ണ ജയന്തിയെ പിൻപറ്റിക്കൊണ്ട്. അല്ലാണ്ട് ഇസ്ലാമിൽ എവിടെ പ്രിയമുള്ളവരെ ഒരു ജയന്തി ആഘോഷം? ഇസ്ലാമിൽ എവിടെ ഒരു ജന്മദിനാഘോഷം? അപ്പൊ അതിനോട് പിൻപറ്റിയിട്ട് സമൂഹം ഉണ്ടാക്കിയ അനാചാരമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ട. എല്ലാം ഈ ക്രിസ്ത്യാനികളോടും മറ്റുള്ള മതസ്ഥനോടും കടന്നു വന്ന പലതും ഇതിലെന്നെല്ലാം മൗലിദിലൊക്കെ ഒരുപാട് സാമ്യതകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇസ്ലാമികമായിട്ടാണ് തെളിവില്ല. ഇനി ഞാൻ ചോദിക്കട്ടെ, റബീഉൽ അവ്വൽ 12 നമ്മുടെ നാടുകളിൽ മിക്ക സുന്നി പള്ളികളിലും അറബിയിലോതിയ ഖുത്ബയുണ്ടല്ലോ. ഞാൻ വിനീതമായിട്ട് പറയാ, നമ്മുടെ പള്ളിയിൽ ഉസ്താദിനോട് പോയിട്ട് ചോദിക്കും, ഉസ്താദേ ഈ റബീഉൽ അവ്വൽ ആദ്യത്തെ 2 വെള്ളിയാഴ്ച ഓതിയ ആ ഖുത്ബയുടെ അർത്ഥം ഞങ്ങൾക്കൊന്ന് പറഞ്ഞുതരോ? അത് നമുക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. നമ്മൾ പള്ളി പോകുന്നുണ്ട്, താഴത്തെ പള്ളിയിലാണെങ്കിൽ തൂങ്ങിയിരുന്ന് ഉറങ്ങാലുണ്ട്, 2ാമത്തെ നിലയിലാണെങ്കിൽ ചിരിയും കളിയും ബഹളമായിട്ട് പോകലുണ്ട്. ഖുത്ബ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ഇല്ലല്ലോ പ്രിയമുള്ളവരെ. കാരണം ഇതുകൊണ്ട് പലതുണ്ട്. കാരണം ഇപ്പൊ ഒരു 3-4 വർഷം മുമ്പ് ദുൽഹിജ്ജ മാസം 1 കടന്നു വന്ന ഒരു ശനിയാഴ്ചയായിരുന്നു. ഈ നോക്കി ഓതുന്ന ഇബ്നു നബാത്തത്തുൽ മിസ്രിയുടെ നബാത്തിയ ഖുത്ബ പ്രകാരം 2ാമത്തെ വെള്ളിയാഴ്ചയാണ് അറഫ നോമ്പിനെ കുറിച്ച് പറയേണ്ടത് അല്ലേ. അപ്പൊ 2ാമത്തെ വെള്ളിയാഴ്ച വന്നെന്ന ദുൽഹിജ്ജ 14. ദുൽഹിജ്ജ 14 അറബിയിൽ ഖത്തീബ് ഖുത്ബ ഓതുകയാണ്. എല്ലാവരും അറഫ നോമ്പ് നോക്കണം. എങ്ങനെ? അറഫയും കഴിഞ്ഞ് ഹജ്ജും കഴിഞ്ഞ് ഹാജിമാര് മടങ്ങാൻ തുടങ്ങി. അപ്പൊ ഇവിടുന്ന് പള്ളിയിൽ ഖുത്ബ, എല്ലാവരും അറഫ നോമ്പ് നോക്കണം. പ്രിയമുള്ളവരെ, ഇതാണ് ഇതിന്റെ അപകടം അല്ലേ. നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്റഉൽ ഖുർആൻ വയുദക്കിറുൻ നാസ്, ഖുർആൻ ഓതി ജനങ്ങളോട് ഉത്ബോധനം നടത്താറുള്ള ഖുത്ബയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്താറുള്ളത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ, റസൂൽ ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ കടന്നു വരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അദ്ദേഹം നമസ്കരിക്കാതിരുന്നപ്പോ നീ നമസ്കരിച്ചോ? അയാൾ പറഞ്ഞില്ല. പ്രവാചകൻ പറയും, നീ എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിക്ക്, എന്നിട്ടിരിക്കാൻ പ്രവാചകൻ കൽപ്പിക്കാൻ. ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരു പോക്കർ പള്ളിയിൽ കടന്നു വരുമ്പോ ഖത്തീബ് മുമ്പ് ആ പോക്കർ ഹൽ സല്ലൈത, പോക്കർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇങ്ങനെ നോക്കും അല്ലേ. വീണ്ടും ഖത്തീബിന്റെ ചോദ്യം, ആ പോക്കർ ഹൽ സല്ലൈത. അപ്പൊ പോക്കർ, പടച്ചോനെ ഇയാൾ എന്നെ തന്നെയാണല്ലോ ഈ നോക്കുന്നത് അല്ലേ. ഇതെന്താന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. പ്രിയമുള്ളവർ, ഈ ഖുത്ബയിൽ, നമ്മുടെ പള്ളിയിൽ ഓതിക്കൊണ്ടിരിക്കുന്ന ഖുത്ബയിൽ നമ്മുടെ സമൂഹം, ഞാനിത് അടിസ്ഥാനപരമായിട്ട് പറയാ, നമ്മുടെ സമൂഹത്തിന് അറിവില്ല എന്നുള്ളതാണ് നമ്മുടെ ഉസ്താദുമാരെ ചൂഷണം ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, എൻ്റെ അഭിപ്രായമല്ല. പണ്ടൊക്കെ നമ്മുടെ നാട്ടിലെ ഈ പാതിരാവാദം ഉണ്ടാവുമ്പോൾ ഉസ്താദുമാര് സാധാരണ ഒരു തമാശ പറയലുണ്ടല്ലോ, അത് മുജാഹിദുകളുടെ വകയില്ല, മുജാഹിദുകൾ പറയുന്നില്ല. നമ്മുടെ ഉസ്താദുമാര് സാധാരണ പ്രസംഗത്തിലും അതുപോലെ തന്നെ പള്ളി ദർസിലൊക്കെ സാധാരണ പറയാറുള്ള ഒരു വിഷയമാണ്. എന്താ? ഖത്തീബ് ഖുത്ബ നടത്തുമ്പോൾ പറഞ്ഞുത്തരേ, അഖിലോ ഖതീബക്കും ലഹമൻ വഖുബ്സാ, നിങ്ങളുടെ ഖത്തീബിന് നിങ്ങൾ ഇറച്ചിയും പത്തിരിയും കൊടുക്കണം. ഇത് കേട്ടപ്പോൾ അറബി അറിയുന്ന ഒരാളെ നിങ്ങളുടെ തൊണ്ടനക്കി തരേ. അപ്പൊ ഖത്തീബ് പറഞ്ഞുത്തരേ, ലാ തനഹ്നഹ് നിസ്ഫുല്ലി വനിസ്ഫുല്ലക ഹദാ ഖൗമുൻ ജാഹിലൂൻ, നീ തൊണ്ടൊന്നും എനക്കണ്ട, പകുതി എനിക്കും പകുതി നിനക്കുമാണ്. ഇത് വെഡ്ഡികളായ സമൂഹമാണ് അല്ലേ. ഇത് ഉസ്താദുമാര് പറയാനുള്ള, ഞാൻ പറഞ്ഞൊന്നുമല്ല അല്ലേ. എത്ര ആളുകൾ ഇത് പ്രസംഗിച്ചിട്ടുണ്ട്. ആ ഉസ്താദുമാർക്കറിയാം നമ്മുടെ കൗമിന്റെ അവസ്ഥ ഇതാണ്, അതുകൊണ്ട് പറ്റിച്ചതാ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പള്ളി എന്നിട്ട് ചോദിക്കുക, ഈ വെള്ളിയാഴ്ച ചോദ്യ ഖുത്ബ എന്ന് പറയും, റസൂലുള്ളാഹിന്റെ ജന്മദിനെ കുറിച്ച് പരാമർശമുണ്ടോ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജന്മത്തെക്കുറിച്ച് ഒരൊറ്റ പരാമർശം പോലും ഈ റബീഉൽ അവ്വലിന്റെ അറബി ഖുത്ബകളിലൂടെ ഇബ്നു നബാത്തത്തുൽ മിസ്രിയുടെ നബാത്തിയ ഖുത്ബയിലില്ല.
മറിച്ച് എന്റെ പ്രിയമുള്ളവരെ ഉൾക്കൊള്ളേണ്ടുന്ന ഗുണപാഠം എന്താണെന്നറിയോ? ആ ഖുത്ബകളിലൂടെ പറയുന്ന വിഷയം എന്താണെന്നറിയോ? അള്ളാന്റെ റസൂലിന്റെ വഫാത്തിനെ സംബന്ധിച്ച അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയതിനെ സംബന്ധിച്ചാണ്. അല്ലെ, ഖുത്ബ തുടങ്ങുമ്പോൾ തന്നെ ഹത്യപരല്ലോ ജനങ്ങളെ, ഇതുപോലൊരു മാസമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞത്. ഈ റബീഉൽ അവ്വലിന്റെ ദിവസം പ്രിയമുള്ളവരെ, ചരിത്രം ആത്മാർത്ഥമായി ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരുത്തന് പോലും ഇതിനെ ആഘോഷിക്കാൻ കഴിയില്ല. കാരണം എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തില് ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ചു പോയ ദിവസമാണ് റബീഉൽ അവ്വലിന്റെ ദിവസങ്ങളിലൂടെ. ആ റബീഉൽ അവ്വൽ മാസം ഇങ്ങ് കടന്നു വന്നപ്പോഴാണ് അള്ളാഹുവിന്റെ റസൂലിന് കലശലായ രോഗം വരുന്നത്, പനി വരുന്നത്. അവിടുന്ന് റസൂൽ തന്നെ പറഞ്ഞില്ല, ഇന്നി ലഅവകു കമാ യുവകു റജുലാനി മിൻകും, നിങ്ങളിൽ നിന്ന് രണ്ടാൾക്ക് പ്രയാസപ്പെടുന്ന പോലെ ഇന്നെനിക്ക് വേദനയുണ്ട് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോ, അള്ളാന്റെ റസൂലിനെ പള്ളിയിലേക്ക് പോലും പോകാൻ കഴിയാത്ത രീതികളിലൂടെ കഠിനമായ രോഗം വന്നു പോകുകയാണ്. അവിടുന്ന് റസൂൽ തന്നെ പറഞ്ഞില്ലേ, എനിക്ക് പള്ളിയിലേക്ക് വരാൻ കഴിയില്ല, അതുകൊണ്ട് അബൂബക്കറിനോട് ഇമാമ നിൽക്കാൻ പറയണേ. അള്ളാഹുവിന്റെ റസൂലില്ലാത്ത മിഹ്റാബിലോ ഇമാമ നിൽക്കാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കഴിയുന്നില്ല. അവിടെ ആയിഷ ബീവി എന്ന് നബിയോട് പറഞ്ഞില്ല, നബിയേ, അങ്ങില്ലാത്ത മിഹ്റാബിൽ എന്റെ വാപ്പാക്ക് ഇമാമ നിൽക്കാൻ കഴിയില്ല. അദ്ദേഹം എങ്ങാനും ഖുർആൻ ഓതി പോയാൽ അദ്ദേഹത്തിന്റെ കരച്ചിൽ കൊണ്ട് മഅ്മൂമിന് ഖിറാഅത്ത് കേൾക്കാൻ കഴിയില്ല എന്ന് ആയിഷ ബീവി പ്രവാചകരോട് പറയുമ്പോ അള്ളാന്റെ റസൂൽ തന്നെ പറഞ്ഞില്ല, ആയിഷ, എനിക്ക് പോകാൻ കഴിയാത്തത് കൊണ്ടാ എന്റെ പ്രിയമുള്ളവരെ സ്വഹാബത്ത് പള്ളിയിൽ വെച്ച് നമസ്കരിക്കുന്നത്. അള്ളാന്റെ റസൂല് കർട്ടൻ മാറ്റി നോക്കുകയാണ്, റസൂലിന് പോകാൻ കഴിയുന്നില്ല. അവിടുന്ന് വഫാത്താകുന്നതിന്റെ വെറും 5 ദിവസം മുമ്പ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് കടന്നു വരുമ്പോ അൻസാറുകളിൽപ്പെട്ട 2 സ്വഹാബാക്കള് അവരിരുന്ന് കരയുകയാണ്. അവർ പറയുന്നു, അള്ളാഹുവിന്റെ റസൂല് പള്ളിയിൽ വന്നിട്ടോ ആ റസൂലുള്ളാഹിന്റെ ക്ലാസ് കേട്ടിട്ട് എത്ര ദിവസമായെന്ന് ചോദിക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെന്നുകൊണ്ട് അള്ളാഹിന്റെ പ്രവാചകനോട് വിഷയം പറയുകയാണ്. സ്വഹാബത്തെ സങ്കടത്തിലാണ് നബിയേ, അള്ളാഹുവിന്റെ പ്രവാചകന് രോഗത്തിനൊരു കുറവുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോ പള്ളിയിലേക്ക് പോകാൻ വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകൻ മുതിരുകയാണ്. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ എണീക്കുന്നതോടുകൂടെ രോഗത്തിന്റെ കാഠിന്യം കൊണ്ട് ബോധരഹിതനായി റസൂലുള്ള താഴെ വീഴുകയാണ്. അവിടുന്ന് അല്പനേരം കഴിഞ്ഞ് ബോധം വന്ന റസൂലുള്ള ചോദിക്കുന്നുണ്ട്, ആയിഷ, അവര് നിസ്കരിച്ചോ? ആയിഷ, ഇല്ല നബിയെ, അവർ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോ റസൂലുള്ള പോകാൻ വേണ്ടി എഴുന്നേൽക്കുന്നു. പക്ഷേ അള്ളാന്റെ റസൂലിന് പോകാൻ കഴിയുന്നില്ല. ബോധരഹിതനായി റസൂലുള്ള താഴെ വീഴുകയാണ്. വീണ്ടും അവിടുന്ന് പ്രവാചകൻ ചോദിക്കുന്നു, ആയിഷ, അവര് നിസ്കരിച്ചോ? ആയിഷ, ഇല്ല നബിയെ, അവർ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോ പലതവണ ബോധരഹിതനായി താഴെ വീണ പ്രവാചകൻ അവസാനം ഇതാ ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെയും ഷോൾഡറിൽ കൈവച്ചുകൊണ്ട് അങ്ങ് മസ്ജിദുൻ നബവിയിലേക്ക് പോകുമ്പോ സ്വഹാബാക്കൾ പറയുകയാണ്, അള്ളാന്റെ റസൂലിന്റെ കാല് പൊന്തിക്കാൻ കഴിയാതെ അവിടുന്ന് പ്രവാചകന്റെ കാല് വലിച്ചു കൊണ്ടുപോയ സ്ഥാനങ്ങളിലൂടെ 2 കനാലുകൾ അവിടെ കാണാമായിരുന്നു എന്ന് സ്വഹാബാക്കൾ രേഖപ്പെടുത്തുമ്പോ, എന്നിട്ടും അല്ലാഹുവിന്റെ പ്രവാചകൻ പള്ളിയിലേക്ക് കടന്നു വരികയാണ്. ജനങ്ങൾക്ക് ഇമാമായി നിൽക്കാൻ ഒരുങ്ങിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂല് വരുന്നത് കണ്ടപ്പോ ഒരൽപ്പം പുറകോട്ടായി മാറാനായി ഒരുങ്ങുന്നു. പക്ഷേ റസൂലുള്ള കൈകൊണ്ട് കാണിക്കുന്നു, അവിടെ തന്നെ നിന്നോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഇടതുഭാഗത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ ഇരുന്നു കൊണ്ട് നമസ്കരിക്കുകയാ.
റസൂലുള്ളാഹി ഇരുന്നു കൊണ്ട് നിസ്കരിക്കാട്, അതിനെ പിന്തുടർന്നുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിന്നുകൊണ്ട് നിസ്കരിക്കുകയാണ്. അദ്ദേഹത്തെ പിൻപറ്റി സ്വഹാബത്ത് മുഴുവനും പിൻപറ്റി നമസ്കരിക്കുകയാണ്. നമസ്കാരം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തലവേദനയുടെ കാഠിന്യത്താൽ നെറ്റിയിൽ ഒരു തുണി നനച്ച് കെട്ടിവെച്ച പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരുന്നു കൊണ്ട് സ്വഹാബത്തിന് വേണ്ടി ക്ലാസ് കൊടുക്കുകയാണ്. അവിടുന്ന് സ്വഹാബാക്കളോട് ക്ലാസ് കൊടുക്കുമ്പോ, അല്ലയോ സ്വഹാബത്ത്, നിങ്ങൾ അറിയുമോ സ്വഹാബാക്കളെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ക്ലാസ് തുടങ്ങേണ്ട താമസം ഇതാ. സ്വഹാബാക്കളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിക്കാണ്. അടുത്ത ഭരണാധികാരി അബൂബക്കറാണെന്നുള്ള സൂചനകൾ കൊടുക്കുകയാണ്. വീണ്ടും അവിടെ നിന്ന് പ്രവാചകൻ പറയുകയാണ്, ജൂത ക്രിസ്ത്യാനികൾ അല്ലാഹു ശപിച്ചിട്ടുണ്ട്. കാരണം എന്താ? ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ. ജൂത ക്രിസ്ത്യാനികളെ അല്ലാഹു തആല ശപിച്ചു. കാരണം എന്ത്? അവരുടെ നബിമാരുടെ ഖബറുകള് അവർ സുജൂദിന്റെ കേന്ദ്രമാക്കി പോയി. എന്റെ പ്രിയമുള്ളവരെ, ഔലിയാക്കളുടെ എന്നല്ല, മഹാന്മാരുടെ എന്നല്ല, നേതാക്കന്മാരുടെ എന്നല്ല, സൂഫി വര്യന്മാരുടെ എന്നല്ല, നബിമാരുടെ ഖബറുകളെ പോലും സുജൂദിന്റെ കേന്ദ്രമാക്കി മാറ്റിയവരാണ്. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, വീണ്ടും സ്വഹാബത്തിനോട് പല ഉപദേശങ്ങൾ കൊടുക്കുന്ന കൂട്ടത്തിൽ അവസാനം റസൂലുള്ളാഹി പറയുന്നു, സ്വഹാബത്ത്, ഇനി നമ്മൾ കണ്ടില്ല എന്ന് വരാമെന്ന് പറയുമ്പോ സ്വഹാബത്തിന്റെ സങ്കടം അധികരിക്കുകയാണ്. അങ്ങനെ പ്രവാചകൻ തന്റെ വീട്ടിലേക്ക് സ്വഹാബാക്കൾ കൊണ്ടുപോയി കിടത്തുകയാണ്. പ്രിയമുള്ളവരെ, ഈ റബീഉൽ അവ്വലിന്റെ ദിവസങ്ങളാണ്. സ്വഹാബാക്കളെ പൊട്ടിക്കരഞ്ഞു പോയ ദിവസമാണ്. റബീഉൽ അവ്വൽ 10 ഒരു രാത്രി ഉണ്ടല്ലോ, ലോകത്തിന്റെ നേതാവിന് ഭക്ഷണം കഴിക്കാൻ തന്റെ വീട്ടിൽ ഒന്നുമില്ലാത്ത അവസ്ഥ വരികയാണ്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ, നിങ്ങൾ ആലോചിച്ചു നോക്ക്, സങ്കടപ്പെട്ടു പോയില്ലേ? റസൂലുള്ളാഹിന്റെ വീട്ടില് ഭക്ഷണമില്ലല്ലോ. റസൂലുള്ളാഹിന്റെ പടയെങ്കി കൊണ്ടുപോയി ജൂതന്റെ കയ്യിൽ പണയം വെച്ച് കിട്ടിയ ഗോതമ്പാ. അല്ലാഹുവിന്റെ റസൂല് വഫാത്താകുന്ന സന്ദർഭത്തില് അവിടുത്തെ കുടൽമാലയിൽ ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ ആ റബീഉൽ അവ്വൽ 11 ഉണ്ടല്ലോ, 12ന്റെ തലേരാത്രി 11, അന്ന് പ്രവാചകന്റെ വീട്ടിലെ വെളിച്ചം കാണാൻ വിളക്ക് കത്തിക്കാനുള്ള എണ്ണയില്ല. അടുത്ത വീട്ടിൽ പോയി കടം വാങ്ങിയിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട്ടിലെ വെളിച്ചം കത്തുന്നതെങ്കിൽ റോഡ് നീള മാലമഴകളായി, തോരണങ്ങളായി, ട്യൂബ് ലൈറ്റുകളായി കൊണ്ട് ആഘോഷിക്കാൻ ഒരുങ്ങുന്ന ഉമ്മത്തെ പഠിച്ചോ. റസൂലുള്ളാഹിന്റെ ജീവിതത്തില് ഒരു വിളക്ക് കത്തിക്കാൻ എണ്ണയില്ലാതെ പ്രയാസപ്പെടുകയാണ്. പിന്നീട് അവിടെ നിന്ന് റബീഉൽ അവ്വൽ 12ന്റെ ദിവസമുണ്ടല്ലോ, അതിന്റെ രാവിലത്തെ സുബഹിന്റെ ജമാഅത്തിന്റെ സമയം സ്വഹാബാക്കൾ നമസ്കരിക്കുന്ന വേണ്ടി നിൽക്കുമ്പോ അള്ളാന്റെ പ്രവാചകൻ സ്വഹാബത്തിനെ വീട്ടിൽ നിന്ന് നോക്കി കാണുകയാണ്. റസൂലുള്ളാഹി തന്നെ തങ്ങളെ നോക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ സ്വഹാബത്ത് അള്ളാന്റെ റസൂലിന് രോഗത്തിന് ശമനമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് മദീനയുടെ പല ഭാഗങ്ങളിലേക്കും അവര് പോകുകയാണ്. എന്നാലും നിന്റെ ലുഹാ സമയം ഇങ്ങ് കടന്നു വന്നപ്പോ അള്ളാന്റെ റസൂലിന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി അതാ മലക്കുൽ മൗത്ത് കടന്നു വരുന്ന രംഗം. റസൂലുള്ളാഹിന്റെ വീട്ടിലെ സ്ത്രീകളല്ലാതെ ബാക്കിയില്ലാത്ത സമയമാണ്. റൂഹ് പിടിക്കാനായി ഒരുങ്ങുന്ന രംഗത്തില് ഈ സമയത്തതാ പ്രവാചകന്റെ വീട്ടിലേക്ക് അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോ അദ്ദേഹത്തിന്റെ പോക്കറ്റിലിരിക്കുന്ന അറാക്കിലേക്ക് റസൂലുള്ളാഹി ആംഗ്യം കാണിക്കുമ്പോ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ വായിൽ വെച്ച് ചവച്ച് പദം വരുത്തി റസൂലുള്ളാഹിന്റെ പല്ല് തേച്ച് കൊടുക്കുമ്പോ എന്നിട്ട് പറഞ്ഞില്ലേ, അവസാനമായി റസൂലുള്ളാഹിന്റെ ഉമിനീരുമായി ചേർന്നത് എന്റെ ഉമിനീരാണെന്ന മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ അള്ളാന്റെ പ്രവാചകന്റെ റൂഹ് പിടിക്കുകയാണ്. പ്രിയമുള്ളവരെ, അറബി ഖുത്ബയിലെ മർമ്മഭാഗമാണ്. തലഭാഗത്ത് വെച്ച വെള്ളത്തിന്റെ പാത്രത്തിൽ കൈമുക്കിയിട്ട് റസൂലുള്ളാഹിന്റെ മുഖം ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുമ്പോ വേദനയുടെ കാഠിന്യം കൊണ്ട് കൈകാലുകൾ ഇങ്ങനെ നീട്ടുകയും വലിക്കുകയും ചെയ്യുകയാണ്.